ഇനി നെയ്യപ്പം തിന്നാൻ കൊതി വന്നാൽ ഒട്ടും കാത്തിരിക്കണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് അരിയൊന്നും കുതിർത്ത് വെക്കാതെയും അരയ്ക്കാതെയും ഉണ്ടാക്കാം. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം. ഈ നെയ്യപ്പം ഒരു പരമ്പരാഗത വിഭവമായതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്ക് ഒരു പേടി ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവുമോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ. എന്നാൽ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചോളൂ. വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് നെയ്യപ്പം ആയിരിക്കുമെന്ന് നിങ്ങൾ ഒട്ടും സംശയിക്കരുത്. ഇതിന്റെ രുചി കഴിച്ച് തന്നെ അറിയണം. പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം. ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ മൈദയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു ഭാഗത്തേക്ക് വെക്കാം. ഇനി ഒരു 150 ഗ്രാം ശർക്കര, 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇത് ഒരുപാട് കുറുകി കട്ടിയായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ശർക്കരയൊന്ന് ഉരുകി വന്നാൽ മാത്രം മതി. പക്ഷേ ചൂടോടെ നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിക്കരുത്. ഇളം ചൂടാകുന്നത് വരെയും വെയിറ്റ് ചെയ്തതിന് ശേഷം അരിച്ച് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പോളം ഇളം ചൂടുള്ള വെള്ളവും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം അല്പാൽപമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ മാവിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇതുപോലെയുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയും ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയാൽ കുഴപ്പമില്ല. റവ എപ്പോഴും മിക്സിയിൽ അരച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം റവ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. നമ്മുടെ നെയ്യപ്പത്തിന് ചെറിയ തരികൾ അത്യാവശ്യമാണ്. അതിനാണ് നമ്മൾ റവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ജീരകവും കുറച്ച് കറുത്ത എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇനി നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യില്ലാതെ എന്ത് നെയ്യപ്പം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നെയ്യപ്പത്തിൻ്റെ ഒരു പരുവമൊക്കെ മനസ്സിലായി കാണും. ഇനി നമ്മൾ അവസാനമായിട്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും പഞ്ചസാരയും രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം ഈ നെയ്യപ്പത്തിൻ്റെ കൂട്ടൊന്ന് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഇതിനായി നടു കുഴിഞ്ഞിട്ടുള്ള ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കുക. അതിലേക്ക് 1 തവി മാവ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള നെയ്യപ്പം ഇങ്ങനെ ഭംഗിയായിട്ട് പൊങ്ങി വരും. എണ്ണയുടെ ചൂട് മാത്രം നന്നായിട്ടൊന്ന് ക്രമീകരിച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്കിത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഇങ്ങനെ കോരി ഒഴിച്ചാൽ അതിൻ്റെ മാക്സിമം വലുപ്പം നമുക്ക് കിട്ടും. ഇനി ഒരു ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് തിരിച്ചിടുക. അപ്പോൾ ഏകദേശം നമുക്കിതിൻ്റെ ഒരു കളറ് മനസ്സിലാവുമല്ലോ, നെയ്യപ്പത്തിൻ്റെ ഒരു കളറ്. അപ്പോൾ അങ്ങനെ ഒരു കളറ് കിട്ടുമ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് മെല്ലെ കോരി മാറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ത് എളുപ്പമാണെന്നല്ലേ. എല്ലാവരും പറയുന്നത് പോലെ നെയ്യപ്പം ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നെയ്യപ്പം തിന്നാനൊക്കെ കൊതി വന്നാൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗവും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്